നമസ്കാരം. ഫോട്ടോത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഫോട്ടോ എഡിറ്റിങ്ങിൽ നമ്മളൊക്കെ ഫേവറേറ്റ് ആപ്പാണ് ലൈറ്റ് റൂം. കളർ ഗ്രേഡിങ്ങിനും ഫോട്ടോ എഡിറ്റിങ്ങിനും നമ്മളിപ്പം എല്ലാവരും നമ്പർ 1 ചോയ്സ് ഇപ്പോഴും ലൈറ്റ് റൂം തന്നെയാണ്. അപ്പോൾ നമ്മൾ മുന്നെയൊക്കെ ലൈറ്റ് റൂമിൽ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പം ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിലൊരു വാട്ടർമാർക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു ആപ്പിൽ കൊണ്ടുപോയിട്ട് വാട്ടർമാർക്ക് ആഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പ്രശ്നത്തിനൊക്കെ ഒരു കംപ്ലീറ്റ് സൊല്യൂഷനായിട്ടാണ് ലൈറ്റ് റൂമിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ റിലീസായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലൈറ്റ് റൂമിൽ 2 സ്റ്റൈൽ, അതായത് നമുക്ക് ടെക്സ്റ്റ് വൈസ് ഉള്ള വാട്ടർമാർക്കും അതുപോലെ തന്നെ ഗ്രാഫിക്കലി നമ്മൾ വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത വാട്ടർമാർക്കും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് ലൈറ്റ് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലൈറ്റ് റൂമിൽ ഇപ്പോൾ വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. നമ്മൾ ഫോട്ടോയിൽ വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഫോട്ടോയിൽ ആഡ് ചെയ്യുന്ന വാട്ടർമാർക്കിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും വാട്ടർമാർക്ക് ആഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ ഫോട്ടോ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മുടെ ചിത്രം പറയുന്ന കഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ കഥയെക്കാളും ലൗഡായിട്ടുള്ള വാട്ടർമാർക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫി ലോഗോയോ നമ്മുടെ ചിത്രത്തിന് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വാട്ടർമാർക്ക് ആഡ് ചെയ്യുമ്പം ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വാട്ടർമാർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ചിത്രം ഒരാൾ കണ്ട് വാവ് ഈ ചിത്രം ആരാണ് എടുത്തതെന്ന് നോക്കുമ്പം കാണേണ്ട ഒരു എലമെൻ്റ് ആയിട്ട് മാത്രം വാട്ടർമാർക്ക് വെച്ചാൽ മതി. അപ്പം ഈ വാട്ടർമാർക്ക് പ്ലേസ് ചെയ്യുമ്പം അത് വളരെ ലൈറ്റായിട്ട് മതി, ചെറുതായിട്ട് മതി. അതുപോലെ തന്നെ ഒരിക്കലും നമ്മുടെ ചിത്രത്തിലെ എലമെൻറ്റിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ എവിടെയും നമ്മുടെ വാട്ടർമാർക്ക് പ്ലേസ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മുടെ ചിത്രത്തിനെ ഒട്ടും എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വാട്ടർമാർക്ക് വളരെ നൈസായിട്ട് നമ്മൾ ചിത്രത്തിൽ പ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ലൈറ്റ് റൂം ഉപയോഗിച്ച് നമ്മുടെ ചിത്രത്തിൽ വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഫോട്ടോത്തിൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എല്ലാ വീക്കിലും ഫോട്ടോഗ്രാഫിയിലെയും ഫോട്ടോ എഡിറ്റിങ്ങിലെയും ലേറ്റസ്റ്റ് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് നമ്മൾ വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഫോട്ടോത്തിൻ്റെ പുതിയ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക. അപ്പോൾ നമുക്ക് നേരെ എഡിറ്റിങ്ങിലോട്ട് കിടക്കാം. ഇപ്പോൾ ലൈറ്റ് റൂമിൽ നമുക്ക് 2 തരത്തിലുള്ള വാട്ടർമാർക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യുന്നത് നോക്കാം. ലൈറ്റ് റൂമിൽ നമ്മൾ ഒരു ചിത്രം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പിൽ നമുക്കിവിടെ ഷെയർ എന്ന് പറഞ്ഞിട്ടൊരു ഐക്കൺ കാണാം. ഷെയറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് താഴെ നോക്കിയാൽ എക്സ്പോർട്ട് ആസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം. നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ നമുക്ക് ഇൻക്ലൂഡ് വാട്ടർമാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഇൻക്ലൂഡ് വാട്ടർമാർക്ക് ഓൺ ആക്കുക. അപ്പോൾ ഇത് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു തവണ ഇതിൻ്റെ ഫുൾ സെറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിത്രം എക്സ്പോർട്ട് ചെയ്യുമ്പം ഈ വാട്ടർമാർക്ക് ആഡ് ആയിട്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ വാട്ടർമാർക്കിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഇൻക്ലൂഡ് വാട്ടർമാർക്കിൻ്റെ തൊട്ട് താഴെ കസ്റ്റമൈസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് 2 തരത്തിലുള്ള ഓപ്ഷനാണ് ലൈറ്റ് റൂം പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തേത് നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് വാട്ടർമാർക്കാണ്. അപ്പോൾ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ടോപ്പിൽ നമ്മുടെ ടൈപ്പ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പേരെന്താണോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ വാട്ടർമാർക്കായിട്ട് കൊടുക്കുന്നത് അത് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ടെക്സ്റ്റിനെ കുറച്ചുകൂടെ സ്റ്റൈലൈസ് ചെയ്യാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഓരോ അക്ഷരങ്ങളുടെ ഇടയിലും നമുക്ക് കുറച്ച് സ്പേസിങ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ചുകൂടെ ഇത് സ്റ്റൈലൈസ്ഡ് ആയിട്ടിരിക്കും. അതിനുശേഷം നമുക്കിവിടെ താഴെ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഓരോ പോയിന്റ് നമുക്ക് കാണാം. വേണമെങ്കിൽ സെൻറ്ററിൽ കൊടുക്കാം, ടോപ്പിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ചിട്ട് നമുക്ക് ഈ ചിത്രത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് എവിടെയാണോ വാട്ടർമാർക്ക് വരേണ്ടത് ആ പോയിന്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ സൈസ് മാറ്റാനുള്ള ഓപ്ഷൻ കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വാട്ടർമാർക്കിൻ്റെ സൈസ് കൂട്ടാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ കുറയ്ക്കാം. അതുപോലെ നമുക്ക് ഈ വാട്ടർമാർക്ക് എത്രത്തോളം ഒപ്പാസിറ്റി വേണം, നമുക്ക് വളരെ ലൈറ്റായിട്ട് മതിയെങ്കിൽ നമുക്ക് അവിടെ ഒപ്പാസിറ്റി കുറയ്ക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വെർട്ടിക്കലി എങ്ങനെയാണ് അല്ലെങ്കിൽ ഹൊറിസോണ്ടലി എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നമുക്ക് ഈ സ്ലൈഡർ വെച്ചിട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഓഫ്സെറ്റും ഉണ്ട്, വെർട്ടിക്കൽ ഓഫ്സെറ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത ചിത്രത്തിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമുക്ക് ഈ വാട്ടർമാർക്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടുള്ള വാട്ടർമാർക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ ലൈറ്റ് റൂമിൽ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതല്ലാതെ നമ്മളായിട്ടുള്ള വാട്ടർമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫി ലോഗോ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ഈ ലോഗോ ഡിസൈൻ ചെയ്തെടുക്കാം. ഫോട്ടോഷോപ്പിൽ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ മൊബൈലിൽ തന്നെയാണെങ്കിൽ പിക്സാർട്ട് പോലുള്ള ടൂളുകൾ ഉപയോഗിച്ചിട്ടും നമുക്ക് നല്ല ഫോട്ടോഗ്രാഫി ലോഗോകൾ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്ത ലോഗോ PNG ഫോർമാറ്റിൽ നമുക്കുണ്ടെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ ചിത്രത്തിലെ വാട്ടർമാർക്കായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിൽ ടെക്സ്റ്റ് അല്ല നമ്മൾ ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗ്രാഫിക്സ് ചൂസ് ചെയ്യാം. ഗ്രാഫിക്സ് ചൂസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഇമേജ് ആഡ് ചെയ്യാനുള്ളൊരു ബട്ടൺ കാണാം ടോപ്പിൽ. അപ്പോൾ നമ്മൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫയൽസിൽ നിന്ന് നമ്മളെ വാട്ടർമാർക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ആ വാട്ടർമാർക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം
നമുക്കതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം, എത്രത്തോളം സൈസ് വേണമെന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, ഒപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ എവിടെയാണ് നമുക്കിതിനെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഗ്രാഫിക്കലായിട്ടുള്ള വാട്ടർമാർക്കും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിൽ ചെയ്തു വയ്ക്കാം. അപ്പോൾ ഒരു തവണ നമ്മൾ ഈ സെറ്റിങ്സ് ഒക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലായിട്ട് ആഡ് ചെയ്യപ്പെടും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരു ചിത്രത്തിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ വാട്ടർമാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവുക. ചിലപ്പോൾ അടുത്ത ചിത്രത്തിനെ സംബന്ധിച്ച് ഈ വാട്ടർമാർക്കിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആയിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ചിത്രത്തിനനുസരിച്ച് ഈ വാട്ടർമാർക്കിൻ്റെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയൊരു എഡിറ്റിംഗ് ടെക്നിക്കുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സീ യു ഗൈസ്, ബൈ.